സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലകൊള്ളുകയാണെന്ന ശശി തരൂർ എംപിയുടെ പ്രസ്താവനയെ തള്ളി രമേശ് ചെന്നിത്തല. കേരളം വ്യവസായ സൗഹൃദമാണെന്ന് പറയുന്നതിനോട് യോജിക്കുന്നില്ലെന്നും 3 ലക്ഷം വ്യവസായങ്ങൾ ഇവിടെ വന്നുവെന്ന് പറയുന്നതും വ്യവസായങ്ങൾ വളരുന്നു, വ്യവസായ സൗഹൃദമെന്ന് ആവർത്തിക്കുന്നതും ശുദ്ധ തട്ടിപ്പാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നാട്ടിൽ ആരെങ്കിലും ചെറിയ ബോട്ടിക്കും തയ്യൽക്കടയും തുടങ്ങുന്നതെല്ലാം രാജീവിന്റെ അക്കൗണ്ടിൽ വരുന്ന കാര്യമല്ല. അതൊക്കെ സ്വാഭാവികമായി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. തയ്യൽ കടകളും ചെറിയ കടകളും തുടങ്ങിയതെല്ലാം എടുത്ത് ഇതെല്ലാം വ്യവസായമാണെന്ന് പറയുന്നതിനോട് യോജിക്കാനാകില്ല. കേരളത്തിലെ ഈ സർക്കാരിന്റെ കാലത്ത് വ്യവസായങ്ങൾ വരികയോ വളരുകയോ ചെയ്തിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല. പലതും പൂട്ടിപ്പോവുകയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുകയാണിവിടെ. ഇതെല്ലാം CPMന്റെ പ്രചാരവേല മാത്രമാണെന്നും ചെന്നിത്തല ആരോപിച്ചു. ശശി തരൂരിന്റെ അഭിപ്രായം തെറ്റിദ്ധാരണ മൂലം പറഞ്ഞതാകാനാണ് സാധ്യതയെന്നും അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ലെന്നും മന്ത്രി പറഞ്ഞ വിവരങ്ങൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകുകയെന്നും ചെന്നിത്തല പറഞ്ഞു. 1 മിനിറ്റിൽ വ്യവസായം തുടങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞ ആളുകൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. എന്നാൽ 1 മിനിറ്റിൽ വ്യവസായങ്ങൾ പൂട്ടുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്നും ഇവിടെ പുതുതായി ഒരു വ്യവസായവും വരുന്നില്ലെന്നും ചെന്നിത്തല ആവർത്തിച്ചു. ശശി തരൂരിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണയുടെ പുറത്തുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തരൂർ ഏത് സാഹചര്യത്തിലാണ് കേരളം വ്യവസായ സൗഹൃദമാണെന്ന് പറഞ്ഞതെന്ന് തനിക്കറിയില്ല എന്നും എന്നാൽ പുതിയ വ്യവസായങ്ങളൊന്നും കേരളത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് വസ്തുതയെന്നും ഇക്കാര്യങ്ങൾ ശശി തരൂരിനെ ബോധ്യപ്പെടുത്തുമെന്നും നാട്ടിലെ യുവാക്കളെല്ലാം പഠിക്കാനും ജോലി ചെയ്യാനുമായി വിദേശത്തേക്ക് പോകുന്നതാണ് കേരളത്തിന്റെ അവസ്ഥയെന്നും ഇത്തരം കാര്യങ്ങളെല്ലാം തങ്ങൾ രേഖകൾ വെച്ച് ശശി തരൂരിനെ ബോധ്യപ്പെടുത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു.